സത്യം ശിവം സുന്ദരം സുന്ദരം. എന്നെ ഒരു സിനിമയുടെ റീ റെക്കോർഡിങ്ങിന് വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് എൻ്റെ വേഷവിധാനമോ അല്ലെങ്കിൽ എൻ്റെ കളറോ കൊണ്ടാവാം ഉച്ചയ്ക്ക് ശേഷം എന്നോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടിയെ പഠിച്ചു. എന്നെ മനസ്സിലാക്കിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കലാകാരന്മാരൊന്നും എനിക്കൊരു ചാൻസ് തരാതെ എന്നെ മാറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടിട്ടില്ല. പൂവണിത്തേരെ പൂന്തന്നൽ വന്നു രാവിൻ്റെ ചുണ്ടിൽ ഈണമുണർന്നു. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ്. എനിക്കത് എത്ര ധൈര്യപൂർവ്വം പറയും. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ ഈ ഗാനമേളകളുടെ രാജകുമാരി എന്നൊക്കെ അറിയപ്പെടുന്ന ആലീസ് ഉണ്ണികൃഷ്ണൻ അഥവാ കോട്ടയം ആലീസാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് ചേച്ചിയെ സ്വാഗതം ചെയ്യാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തായാലും ഈ കോട്ടയം ആലീസ് എന്നാണ് ഒരുപക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത്. ഈ കോട്ടയം ആലീസിൽ നിന്ന് ഈ ആലീസ് ഉണ്ണികൃഷ്ണനിലേക്കുള്ള ഒരു യാത്ര എന്താണ്? അത് കോട്ടയത്താണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം കൊല്ലത്തുകാരനാണ്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കൊല്ലത്ത് വന്നത്. അങ്ങനെയാണ് ആലീസ് ഉണ്ണികൃഷ്ണനായത്. അല്ല, നമ്മൾ വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്തതിൽ കോട്ടയം ആലീസ് അടിച്ചാൽ കിട്ടത്തില്ല. ആലീസ് ഉണ്ണികൃഷ്ണൻ അടിച്ചെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. അല്ല, ഞാനിപ്പം യൂട്യൂബ് ചാനലിൽ എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് കലാഭവൻ ആലീസ് എന്ന് അടിച്ചാൽ ഞാൻ കലാഭവനിലെ സിംഗറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കലാഭവൻ ആലീസ് സോങ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചേച്ചി എത്ര വർഷമായി ഈ സംഗീത ലോകത്തുണ്ട്? ഞാൻ 50 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. 50 വർഷമായിട്ട്? ഇതിപ്പോൾ 51ാമത്തെ വർഷമാണ് ഞാൻ. അതിന്റെ ഗ്രാൻഡ് ചെലവ് വേണമല്ലേ? അപ്പോൾ ഈ 51 വർഷത്തെ ഈ സംഗീത യാത്രയിൽ മറക്കാനാവാത്ത ഒരുപാട് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് ഈ കുറച്ച് നല്ല അനുഭവങ്ങളും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചില്ലേ? നല്ല അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തുടക്കകാലത്തൊക്കെ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുള്ള കാലഘട്ടത്തിലൊക്കെ ഞാൻ വിദേശത്ത് പോയതും എല്ലാം എനിക്കൊരു നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ. ഞാൻ ഓരോ പടികളും കയറി വന്നതും ഒക്കെ എൻ്റെ നല്ല അനുഭവങ്ങളായിട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. എന്നെ ഓരോരുത്തരും സഹായിച്ചതും ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ സഹായിച്ചതും അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടും എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവരും എല്ലാവരും എൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുള്ളവരാണ്. എനിക്ക് ആരോടും മോശമായൊരു അനുഭവം എനിക്ക് എൻ്റെ ഫീൽഡിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. സിനിമാ ലോകമാണ് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും സിനിമാ ലോകം, പ്രത്യേകിച്ച് മലയാള സിനിമയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? സിനിമാ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഗാനമേള രംഗത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്. സവാതിരുന്നാൾ കോളേജിൽ ഞാൻ ഗാനഭൂഷണത്തിന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഗാനമേള രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തത് ഞാൻ തിരുവനന്തപുരത്താണ്. അജന്ത ഓർക്കസ്ട്രയിലും സിത്താരയിലും ഒക്കെയാണ്. ഞങ്ങൾ സിത്താരയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എം ജി ശ്രീകുമാർ അവിടുത്തെ ഒരു സിംഗർ ആയിരുന്നു. ഞങ്ങൾ ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചിത്രയുമായിട്ടൊക്കെ. കെ എസ് ജോർജിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഞങ്ങൾ മിക്കവാറും ഒക്കെ ഉള്ള ഫിലിമിന്റെ റീ റെക്കോർഡിങ്ങിനും ഒക്കെ ഞങ്ങൾ പരസ്പരം എപ്പോഴും കണ്ടുമുട്ടുകയും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ചിത്രയൊക്കെ ഇപ്പോഴും അങ്ങനെ കാണാൻ സാധ്യത കുറവാണല്ലോ. പക്ഷെ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു റിയാലിറ്റി ഷോയ്ക്ക് ചെന്നപ്പോഴത്തേക്കും എം ജി ശ്രീമാറായിരുന്നു അതിൻ്റെ ജഡ്ജായിട്ടിരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം പറയുകയൊക്കെ ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ചേച്ചി അതെ, ഞാൻ ആ സമയത്തൊക്കെ വേണമെങ്കിൽ എനിക്ക് ആ സമയത്ത് വലിയ സിംഗേഴ്സൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞങ്ങളൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എം ജി ശ്രീകുമാർ ചിത്രയൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഞാനും ആക്റ്റീവായിട്ടുണ്ടായിരുന്നൊരു ഗായികയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ ഒന്നും ഒരു ഹമ്മിങ് പോലും പാടാനായിട്ട് അങ്ങനെ ആരും പിന്നീട് വിളിക്കാതെയായി. അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ചെന്ന് പറ്റാൻ പറ്റാത്ത ഒരു ബാലികാറ മലയാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡെന്ന് മനസ്സിലാക്കി. പിന്നെ തന്നെയല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഗാനമേള രംഗത്തുള്ള പ്രോഗ്രാമുകളായിരുന്നു. അന്ന് ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് പാടുമ്പം കിട്ടുന്ന ചെറിയ റെമ്യൂണറേഷനും അതിലൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് കുടുംബമായി കല്യാണമൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പൈസ വേണമായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്തത്. എനിക്കാരും ചാൻസ് തന്നില്ലെന്നും പറഞ്ഞ് എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ചാൻസസൊക്കെ ഞാൻ
അത് നന്നായിട്ട് വിനിയോഗിച്ചു. എൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിലൊക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എനിക്ക് 2 ആൺകുട്ടികളാണ്. ചേട്ടൻ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. ഞങ്ങൾക്ക് സ്വന്തം ട്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഗോൾഡൻ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വന്തം ട്രൂപ്പ് നടത്തിയിരുന്നു, ഗാനമേള ട്രൂപ്പ്. അതിൻ്റെ അന്നേരം ആ സമയത്തൊക്കെ സിസ്റ്റമൊക്കെ മാനേജ് ചെയ്തിരുന്നത് പുള്ളിക്കാരനാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് സൗണ്ട് സിസ്റ്റം ഒക്കെ മാനേജ് ചെയ്തിരുന്നത്. അപ്പം ഈ ഗാനമേള നമ്മളിപ്പോൾ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാടാൻ ആവശ്യപ്പെടുന്ന കുറേ പാട്ടുകളാണ്. അത് തീർച്ചയായിട്ടും സത്യശിവ സുന്ദരം എന്ന പാട്ട് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നൊരു ഗായിക. അതിപ്പോഴും പാടുന്നുണ്ട് ഞാൻ. ഇപ്പോഴും ഞാൻ അന്ന് പാടിയ അതേപോലെ തന്നെ എൻ്റെ ഗാനമേളയുടെ ഓപ്പണിങ്ങിൽ ഞാനിപ്പോൾ ആ പാട്ട് തന്നെയാണ് പാടുന്നത്. അപ്പം എനിക്ക് അതല്ലാതെ അപ്പം ഞാൻ അതല്ലാതൊരു പ്രോഗ്രാം ചെയ്താൽ തന്നെയും ആളുകൾ ശരിക്കും അത് എന്നെ കൊണ്ട് പാടിക്കാതെ വിടത്തില്ല. അത് നമ്മൾ ആ പാട്ട് ആദ്യം പാടുമല്ലേ? പാടണം. ഈശ്വര സത്യ ഹൈ സത്യ ഹി ശിവ ശിവ സുന്ദര ജാഗോ ढूंढकर देखो जीवन ज्योत जागर सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सुंदरं सत्यं शिवं सुंदरं सत्यं शिवं सुंदरं 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 सत्यं शिवं सुंदरं सत्यं शिवं सुंदरं. അടിപൊളി അടിപൊളി. ഈ ശബ്ദം എങ്ങനെ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാനൊന്നും ആസ്വദിച്ച് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ശബ്ദത്തിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു നല്ലൊരു ഭക്തയാണ്, ഹിന്ദു ഭക്തയാണ്. അപ്പം ഞാൻ ഒത്തിരി നാമജപങ്ങളൊക്കെ ചെയ്യും. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ശബ്ദം ഇങ്ങനെ സസ്റ്റൈനബിളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. നിരന്തരം ഒരു 40 മിനിറ്റോളം ഞാൻ ഈ മന്ത്രജപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിരന്തരം ഡെയിലി ചെയ്യും. അപ്പം അത് പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ശ്വസനക്രിയയാണ്. അപ്പം 10-18 വർഷമായിട്ട് ഞാനത് കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എൻ്റെ വോയിസിന് ഒരു കുഴപ്പവും വരാതെ. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അയ്യോ ഇല്ല, എൻ്റെ ജീവിതത്തിൽ ലതാജി മരിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മ മരിച്ചതുപോലെ എനിക്ക് ദുഃഖമായിരുന്നു. കാരണം അമ്മയെപ്പോലെ ഇപ്പോഴും ഞാൻ ആ പാട്ട് പാടിയിട്ടാണല്ലോ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും പൈസ വാങ്ങിക്കുന്നതും ഒക്കെ. അതൊരു അനുഗ്രഹമുള്ളൊരു പാട്ടാണ് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലതാജി മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ ശബ്ദവും ആ ഒരു ശബ്ദവുമായിട്ടൊക്കെ അയ്യോ പിന്നെ അതൊന്നും കമ്പയർ ചെയ്യാനൊന്നും ലതാജിയുടെ ശബ്ദമൊന്നും നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ. അവരുടെ അമ്മ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ നമുക്ക് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്താലേ പാടാൻ പറ്റില്ല. പിന്നെ ഈ സിനിമ പിന്നണി നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും പാട്ട് പഠിക്കാൻ പോകുമ്പം സിനിമയിൽ പാടുക ഒരു വലിയ സ്വപ്നമാണ്. ഒരു സിനിമ പിന്നണി ഗായകൻ അല്ലെങ്കിൽ സിനിമ പിന്നണി ഗായിക എന്ന് കേൾക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയിലെത്തി എന്നൊക്കെ നമുക്കൊരു പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചേച്ചിയുടെ ചെറിയ പ്രായത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു സിനിമയിൽ പാടുന്നത്. നമ്മുടെ രവീന്ദ്രൻ മാഷിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രഹ്മാനന്ദൻ ചേട്ടനുമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ ടൂർ ചെയ്തായിരുന്നു. അന്നത്തെ കാലത്ത് പ്രോഗ്രാം ഞാൻ അജന്തയിൽ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു, തിരുവനന്തപുരത്ത് അജന്ത ഓർക്കസ്ട്രയിൽ. അപ്പം ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ കസിൻസ് കുറേ പേരുണ്ട് അവിടെ, ആർട്ടിസ്റ്റുകൾ. പരമാനന്ദൻ ചേട്ടൻ പാടുന്ന പരമാനന്ദൻ, ശ്രീകാന്തേട്ടൻ. അപ്പോൾ ഇവരൊക്കെ കസിൻസ് ആണല്ലോ.
അപ്പോൾ അവിടെ ഞാൻ ഈ അജന്തയിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ബ്രഹ്മാനന്ദ ചേട്ടൻ വന്നിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ ടൂർ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കെയർ ഓഫിൽ എന്നെ ആദ്യം പാടിപ്പിക്കുന്ന ബ്രഹ്മാനന്ദ ചേട്ടനാണ്. രവീന്ദ്ര മാഷിൻ്റെ അടുത്ത് എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോയി. അവിടെ രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ട് 1-1-11 പറഞ്ഞിട്ട് അന്ന് ഈ അനുരാധ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, അവരുടെ ഒരു ക്ലബ് ഡാൻസിൻ്റെ പാട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ അതിനകത്ത് 5 സിംഗേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. 5 സിംഗേഴ്സ്, ഞാൻ, ലതിക, ചിത്ര, സുജാത, സുനന്ദ, അങ്ങനെ 5 പാട്ടുകാർ. അവരില്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ള പാട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പം അതിൽ എൻ്റെ പാട്ട് ഇങ്ങനെ ഈ പൂവണിത്തേരിൽ പൂന്തന്നൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. അപ്പം അത് 5 സോളോസ് ആയിട്ട് ഇറങ്ങിയതാണ് ആ സിനിമ. അങ്ങനെ ഞാൻ രവീന്ദ്ര മാഷിൻ്റെ പാട്ട് പാടിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അന്നേരം എന്നോട് പറഞ്ഞു, നീ ചെന്നൈയിൽ തന്നെ നിൽക്കണം, സിനിമയിൽ ഒരു പാട്ടിന്റെ ചാൻസ് വരുമ്പോഴത്തേക്ക് ഒരു അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പാട്ടുകാരി ആരാണോ അപ്പം നമുക്ക് വിളിച്ചാൽ പെട്ടെന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ എനിക്ക് അന്നത്തെ സാഹചര്യം ഒന്നും അവിടെ ചെന്നൈയിലൊന്നും പോയി സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ആദ്യം പാടിയ പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും. പൂവണിത്തേരിൽ പൂന്തന്നൽ വന്നു, രാവിന്റെ ചുണ്ടിൽ ഈണമുണർന്നു, വിണ്ണിൽ നിന്നും ചന്ദ്രലേഖ മണ്ണിൽ നിന്ന് എന്നെ നോക്കി, വിണ്ണിൽ നിന്നും ചന്ദ്രലേഖ മണ്ണിൽ നിന്ന് എന്നെ നോക്കി, സ്വപ്നങ്ങളോ പുഷ്പങ്ങളോ സ്വപ്നങ്ങളോ പുഷ്പങ്ങളോ. ഇങ്ങനൊരു പാട്ടാണ് രവീന്ദ്ര മാഷിന്റെ പാട്ട്. ഭാഗ്യ അങ്ങനെ ഒരു പാട്ട് പാടാനൊരു ഭാഗ്യം ഉണ്ടായില്ല, അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ്. പിന്നെ ഇങ്ങോട്ട് അതിനുശേഷം വരെ എത്ര സിനിമയിൽ ചേച്ചി പാടി? 10ഓളം. അത് കഴിഞ്ഞ് ഒരു 10ഓളം പിക്ചറിലൊക്കെ പാടി. അന്ന് ഈ തരങ്ങളിലൊക്കെ ഈ ട്രാക്ക് പാടുന്ന പാട്ടുകളൊക്കെ കുറച്ച് സ്ട്രെയിറ്റ് ആകും, ചിലതൊക്കെ പാടിയത് പിന്നെ അത് സിനിമ ആവില്ല, അങ്ങനെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇല്ലില്ല, അങ്ങനെ മോഹൻസിത്താരയുടെ തന്നെ കുറച്ച് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വന്നിട്ടുമില്ല, പാട്ടൊന്നും ഹിറ്റ് ആയതുമില്ല. സിനിമ അന്ന് എങ്ങനെയാണെന്നറിയാം, ചുമ്മാ ചിലരൊരു ഫിലിമിന്റെ ബാനർ ഉണ്ടാക്കും, എന്നിട്ട് കുറെ പാട്ടുകൾ അങ്ങ് റെക്കോർഡ് ചെയ്യും. പടം ഇറങ്ങത്തില്ലൊന്നും നമുക്കറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. പൈസ ഒക്കെ നമുക്കൊന്നും അങ്ങനെ പൈസ റെമ്യൂണറേഷൻ തരാൻ പറ്റിയ ഒരു രീതിയിലായിരുന്നില്ലല്ലോ അന്നത്തെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും. അന്നൊക്കെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ആളുകളോട് നടക്കല്ലേ. ഇന്നിപ്പോൾ പുതുതായിട്ട് അഭിനയിക്കുന്ന ആളുകൾ പൈസ വാങ്ങിച്ചിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തൊന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിലല്ലേ. അതേമാതിരിയായിരുന്നു അന്നത്തെ കാലത്തും. അങ്ങനെ ഇത്രയും പാട്ട് പാടിയിട്ടുണ്ട്, അതൊന്നും പുറലോകം കണ്ടിട്ടില്ല. ഈ മനഃപൂർവ്വം മുഖ്യതാന്ന് പറയുന്നത് അത് പിന്നെ വേറെ ആരെങ്കിലും ഗായകന്മാർ പാടി പുറത്ത് വന്നിട്ടുണ്ടോ? അല്ല, ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ രാഷ്ട്രീയം പോലെ തന്നെയാണ് ഈ സിനിമാ ലോകം എന്ന് പറയുന്നതും. ഭയങ്കരമായ പോളിറ്റിക്സ് ആണ് ഇതിനകത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. ഒരു ശരിക്കും ഒരു എന്താ പറയുന്നത്, എനിക്ക് അതിന്റെ ഉള്ളുകളികൾ എന്താണെന്ന് ഇപ്പോഴും എനിക്ക് ഒരുപാട് പിന്നെ തീർച്ചയായിട്ടും ഇല്ലേ. ഇപ്പോഴത്തെ ഈ റിയാലിറ്റി ഷോ മാതിരിയുള്ള കാര്യങ്ങളിലും ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സംഗീതത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരൊക്കെ ഇരുന്നാൽ കൊള്ളാം, പക്ഷേ അതേപോലെ ആണോ ഇന്നത്തെ ഈ ഓരോ പാനലിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? എപ്പോഴും ആളുകളും അത് അവരെ പോലെയുള്ളവരൊക്കെ ഇപ്പൊ എന്നെയൊക്കെ കാണുന്നതിനേക്കാളും സൗന്ദര്യമുള്ള വെളുത്ത കുറെ ആളുകളെ കാണാനായിരിക്കുമല്ലോ സാധാരണ ആളുകൾക്ക് ഇഷ്ടം. പിന്നെ ഗാനമേള രംഗത്ത് നമുക്ക് ഏത് സ്റ്റേജിൽ എപ്പോൾ വേണമെങ്കിലും കയറാം, ആരും ഇറങ്ങി പോകാൻ പറയത്തില്ല. നമുക്ക് നല്ല പാട്ട് പാടിയാൽ ഇപ്പോഴും നമ്മുടെ ഓഡിയൻസ് നമ്മുടെ കൂടെ നിൽക്കും, നമുക്ക് നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊന്നും ഇപ്പം ഈ ഫീൽഡിൽ ഇപ്പോഴും പോകാതെയൊക്കെ എൻ്റെ കൂടെ പാടിയവരൊക്കെ കുറച്ച് എൻ്റെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോൾ പാടുന്നില്ല. പക്ഷേ ഒരു ഭാഗ്യമല്ലേ, ഞാനിപ്പോഴും കൊച്ചു പിള്ളേരുടെ കൂടെ എൻ്റെ കൂടെ പാടിയിരുന്നവരുടെ മക്കളുടെ കൂടെ ഒക്കെ ഞാനിപ്പോൾ പാടും. ദാസേട്ടനുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ദാസേട്ടൻ ഒരു റെക്കോർഡിങ്ങിന് വന്ന സമയത്ത് ദാസേട്ടന് ഞാനൊരു പാട്ട് പാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് പാട്ടാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ദാസേട്ടന് ഞാൻ പാട്ട് മ്യൂസിക് ഡയറക്ടർ എൻ്റെ അടുത്തിരിക്കുമ്പം തന്നെ ഞാൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ദാസേട്ടൻ പാടിയ ഓണപ്പാട്ടിന്റെ ഇടയ്ക്ക് ഹമ്മിങ് ഒക്കെ രവീന്ദ്ര മാഷ് ചെയ്ത ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ
അതില്ലേ ദാസേട്ടൻ പാടിയ പാട്ടുകൾ, ആ ഒരു കാസറ്റിനകത്തുള്ള എല്ലാ റീമ്യൂസിക്, അതിനകത്തുള്ള ഹമ്മിങ് കംപ്ലീറ്റ് ഞാനും ചിത്രയും കൂടെ പാടിയതാണ്. അത് ശരി. അതൊക്കെ ഈ ഒരു ഗ്യാപ്പ് വന്നെന്ന് ചേച്ചി പറഞ്ഞില്ല, ശരിക്കും ഈ അവഗണന കൊണ്ട് മാറി തന്നതാണോ അതോ? എൻ്റെ ഗാനമേള ട്രൂപ്പ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റിയാലിറ്റി ഷോ വന്നില്ലേ, ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ മാതിരിയുള്ള കുട്ടികളുടെ കോമ്പറ്റീഷൻസ് ഒക്കെ വന്ന് ഈ പിള്ളേരെ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയ. പക്ഷെ ആ സമയത്ത് ഗാനമേളകൾക്ക് ഈ പിള്ളേരുടെ ഗാനമേള അങ്ങനെയാണ് കുറച്ച് ന്യൂ കമേഴ്സ് പിന്നെ ഗാനമേള ഫീൽഡിലേക്ക് വന്നത്. അപ്പം പിന്നെ തന്നെയല്ല ഗാനമേളയുടെ ടോട്ടൽ ആ ഷേപ്പ് അങ്ങ് മാറി. ഇന്ന് പാട്ട് വേണ്ട, ഇന്ന് 80s 70s 80s 90s പാട്ടുകൾ, രവീന്ദ്ര മാഷിൻ്റെ പാട്ടോ അല്ലെങ്കിൽ ജോൺസൺ മാഷിൻ്റെ പാട്ടോ ഇളയരാജയുടെ പാട്ടുകളോ അങ്ങനെയൊക്കെയുള്ള പാട്ടുകളായിരുന്നു ഞങ്ങൾ അന്ന് ഗാനമേളയ്ക്ക് പാടിയിരുന്നത്. കേൾക്കാനും സുഖമുള്ള പാട്ടുകൾ, 2-2.5 മണിക്കൂർ ആളുകൾ ഗ്രൗണ്ടിൽ ഇരുന്ന് പാട്ട് കേൾക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പിള്ളേരുടെ ഒരു വരവോടുകൂടി അല്ലെങ്കിൽ ഗാനമേളയുടെ ഒരു കളറേ മാറി നാടൻപാട്ടുകളുടെ ഒക്കെ ഒരു വരവോടുകൂടി ആ റിഥമെറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമായിട്ടുള്ള ഒരു ഫീൽഡായി. അപ്പം അത് കുറച്ചൊക്കെ നമ്മൾ ഈ പുതിയ യങ് ജനറേഷനെ നമ്മൾ അവരെയും കൂടി ഈ ഗാനമേള ഒന്ന് രസിക്കാൻ വേണ്ടി നമുക്കത് പാടാം. പക്ഷേ ത്രൂ ഔട്ട് ഇങ്ങനത്തെ പാട്ട് തന്നെ പാടിയാൽ നമുക്ക് ആ പാട്ടിന് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിന് നമുക്കൊരു ആത്മാർത്ഥത ഇല്ലാതെ വരും. അങ്ങനെ ഞാൻ കുറച്ച് നാളത്തേക്ക് പ്രോഗ്രാം എനിക്കത് വേണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കുറച്ച് മാറി. എത്ര വർഷം മാറിയത്? അതൊരു നീണ്ട ഗ്യാപ്പായിരുന്നു. ഒരു 10-15 വർഷത്തോളം ഞാൻ മാറി നിന്നെന്ന് വെച്ചാലും ഞാൻ ഗസ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പ്രോഗ്രാമിന്. പക്ഷേ അന്നേരമൊന്നും ഞാൻ അത്ര വലിയ തിരക്കുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ ആ സമയം എനിക്കൊരു വലിയ പ്രയോജനം ചെയ്തു. ഞാൻ ആത്മീയമായ കുറച്ച് കാര്യങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടു. ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ ഭാഗവതം പഠിക്കാനും ഭാഗവതം വായിക്കാനും ഈ ലളിതാ സഹസ്രനാമം പോലെയുള്ള കുറച്ച് നാമങ്ങൾ പഠിക്കാനും ഈ സൗന്ദര്യലഹരി, ശിവാനന്ദ ലഹരി, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സമയം കിട്ടി. ആ പഠിത്തം എനിക്കിപ്പം വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭാഷണം ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച്. ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ഞാൻ ആ റിയാലിറ്റി ഷോയിൽ ചെയ്ത 1-2 വാക്കുകൾ മാത്രമാണ് അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇപ്പം പല ക്ഷേത്രങ്ങളിലും ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് പ്രഭാഷണം ചെയ്യാൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന പാട്ട് അടിച്ചു പൊളിച്ച് ഇപ്പോഴും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പാട്ടിൻ്റെ സെലക്ഷൻസും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. നല്ല റേഞ്ചുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതലും മെലഡീസ് കൂടുതൽ പാടുന്നത്. പിന്നെ മെലഡി പാടുന്നതിനോടൊപ്പം തന്നെ ഞാൻ വെസ്റ്റേൺ അവരുടെ പാട്ടുകളൊക്കെ സ്റ്റൈലൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ഒരേ സ്റ്റേജിൽ അങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ ഒരു വേഴ്സറ്റൈലായിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇപ്പോഴത്തെ പെൺപിള്ളേർ ഇങ്ങനത്തെ ഈ വോയിസ് ചേഞ്ച് ചെയ്ത് പാടുന്ന പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. പക്ഷെ ഞാൻ അന്നത്തെ കാലത്തും അങ്ങനെ പാടിയിട്ടുള്ള ഒരാളാണ്. കരിക്കൊടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കരിക്കൊടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. ഗാനമേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ട് ഇപ്പോഴും ഇടയ്ക്കുണ്ട്. ജയറാമിന്റെ ആ ചിത്രത്തിൽ ഒരു പുതിയ സിനിമയിൽ അത് റീമിക്സ് ആയിട്ട് വന്നിട്ട് സമയത്തും മിടുക്കിയിലെ പാട്ട് അത് ഞങ്ങള് പിന്നെ 87-ലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. വിദേശത്ത് പ്രോഗ്രാം ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം അതാ. ഞാൻ കലാഭവനിൽ പാടിക്കൊണ്ടിരുന്ന സമയത്താണ്. അമ്മന്ന് ജയറാമുണ്ട്, സൈനുജനുണ്ട്,
നാരായണ കുടിച്ചേട്ടനുണ്ട്. ഞങ്ങൾ ആ ഒരു ടീം, അവരുടെ മിമിക്രി ടീം, ഞങ്ങളുടെ ഗാനമേള, ഞാൻ, കലാപൻ സാബു, ഞങ്ങൾ അങ്ങനെ ഒരു വലിയൊരു ടീമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഗൾഫിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, ഗാനമേളയും മിമിക്രിയും കൂടെ. അവിടെ അങ്ങനെ പ്രോഗ്രാം അങ്ങനെ അനുവദിക്കത്തില്ലായിരുന്നല്ലോ. ഞങ്ങളുടെ പ്രോഗ്രാം 87 ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആകെ 3 പ്രോഗ്രാമായിട്ടോ പോയത്. പക്ഷേ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമൊക്കെ വിജയിച്ചപ്പം പിന്നെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടി. അങ്ങനത്തെ അന്ന് പാടിയ ആ പാട്ടുകളാണ് ഇപ്പം വീണ്ടും വൈറലായിട്ട്, അകലേക്കലൊക്കെ പാടിയതൊക്കെ ഇപ്പോഴും വൈറലായിട്ടൊക്കെ വീഡിയോ. ശരിക്കും നമ്മള് എനിക്ക് തോന്നുന്നേ ആ സമയത്തൊക്കെ ഈ പാട്ടെടുത്ത് വെച്ച് അലക്കി വെളുപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ അല്ലേ? ശരിക്കും അതിനുശേഷമാണ് ആളുകൾ പാടാൻ പോലും തയ്യാറായി വന്നത് ഗാനമേള സമിതിയിലേക്ക്. അന്ന് പൊതുവെ പാട്ടുകാരും ഗാനമേള ടീമും ഒക്കെ വളരെ കുറവല്ലേ, എങ്കിൽ പോലും ഇഷ്ടം പോലെ പാട്ടുകളും ഉണ്ട്. പാട്ടിനൊന്നും ഒരു പഞ്ഞമല്ല, പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ടഫായിട്ടുള്ള പാട്ടുകൾ പാടാൻ ആരും തയ്യാറാവത്തില്ല. ഇപ്പോഴും ആരും പാടുന്നില്ല. എന്നാൽ ആ പാട്ട് ചേച്ചി പാടി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഉയരെ അങ്ങനെയൊക്കെയുള്ള നല്ല റേഞ്ചുള്ള പാട്ടുകളൊന്നും അത് ഇപ്പോഴും ആരും പാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പാട്ടുകാരെല്ലാം ഈ താഴെ ഹസ്കി വോയിസിലുള്ള പാട്ടുകൾ മാത്രം, പിന്നെ വോയിസ് ചേഞ്ച് ചെയ്ത് പാടുന്ന പാട്ടുകളും, അതൊക്കെ ഇത് ആർക്കും പാടാവുന്ന പാട്ടുകൾ. അതൊക്കെ നമ്മളൊരു പാട്ടുകാരി ആണോന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള പാട്ടുകൾ പാടണ്ടേ, മെലഡി പാടണം, എല്ലാ ടൈപ്പും പാടണം നമ്മൾ. ഇപ്പൊ വരുന്ന പിള്ളേർക്കൊന്നും അങ്ങനത്തെ ഒരു ഡെഡിക്കേഷൻ ഈ ഫീൽഡിനോട് ഇല്ല. പൈസ വാങ്ങിക്കുക, 2 പാട്ട് പാടുക, പോവുക എന്നുള്ളതല്ലാതെ. അപ്പൊ നമുക്ക് ഈ അകലെ അകലെ അതിനകത്ത് അകലെ അകലെ നീലാകാശം അകലെ അകലെ നീലാകാശം അലതള്ളും മേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം അലതള്ളും മേഘതീർത്ഥം അകലെ ഇത് അതിനേക്കാളും ഹൈ പിച്ചിലാണ് പാടുന്നത് കേട്ടോ. അതെ, നമ്മൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആ മ്യൂസിക്കോടുകൂടി കേൾക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാലേ ഒരു ചേച്ചിയുടെ ഒരു 2ാം വരവാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന മ്യൂസിക് ഡയറക്ടറൊക്കെ ചേച്ചിക്ക് നല്ല അവസരം കൊടുക്കണം. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റേഞ്ചിലൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും പാടാൻ കഴിയുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് പുതിയ തലമുറയിലെ മ്യൂസിക് ഡയറക്ടർമാർ ധാരാളം വന്നിട്ടുണ്ട്, പഴയ ആളുകൾ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എങ്കിലും ഈ പറയുന്ന ഇപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു അവഗണന എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയാം. അത് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് കോട്ടയം മാരീസിന് മാത്രമുള്ളതാണോ, അതോ ഈ പറയുന്ന പന്തളം ബാലനൊക്കെ അനുഭവിച്ച പോലുള്ള ഒരു വേദനയാണോ ചേച്ചിക്കും? സാരമില്ല, ഒന്നും ഒരു വിഷയമല്ല. എനിക്ക് പാടാൻ എൻ്റെ ഈ സ്വരം എൻ്റെ നാവിൽ തന്ന ഒരു ഏതൊരു ശക്തിയാണോ അവർക്കൊരു ഉദ്ദേശം ഉണ്ടാവാം. ഒരു പക്ഷേ ഞാൻ എങ്ങനെ എൻ്റെ വഴി എങ്ങനെ പോകണം എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ ഒരു ഗാനമേളയ്ക്ക് 2-3 പാട്ട് പാടി പൈസ വാങ്ങിച്ച് വീട്ടിൽ പോയി അത് വെച്ച് കഴിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമല്ല, ഞാൻ ഇതിനെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉപാസിക്കുന്ന ഒരാളാണ് സംഗീതത്തെ. അതെ, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ്. എനിക്കത് എത്ര ധൈര്യപൂർവ്വം പറയാം. ഇപ്പോഴും ഞാൻ നിങ്ങൾ വരുന്നത് വരെയും ഞാൻ എൻ്റെ ടാബിലിരുന്ന് പാട്ടുകൾ നോക്കുകയും അവരെ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ എടുക്കുകയും പിന്നെ നാളെ ക്ലാസ്സിന് പിള്ളേരെ അവരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും 24 മണിക്കൂറും ഞാൻ ബിസിയാണ്.
ഞാൻ അങ്ങനെ ഒരു ആളാണ്. ഒരിക്കലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് ചേച്ചിയോട് ഏതോ മ്യൂസിക് ഡയറക്ടറെ കുളിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞൊരു വലിയ ഒരു വിഷമം ഒരു അവസ്ഥ ചേച്ചിക്കുണ്ടായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും വാസ്തവമൊക്കെ ഉണ്ട്. അതല്ലേ, അത് എന്തുകൊണ്ടായി അയാൾ പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ അങ്ങനെയുള്ള വിവരക്കേട് പറയാൻ കൊള്ളാമോ? അതൊരു അനുഭവം മാത്രമാണെന്നേ. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരനുഭവം മാത്രമാണ്. അങ്ങനെ 100 അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അന്നൊന്നും അങ്ങനെയുള്ള ചെറിയ വാക്കുകളൊന്നും നമ്മളെ തളർത്തുന്നതാവരുത്. നമ്മൾ ഒരാൾ നമുക്ക് വിജയിക്കാൻ നമുക്ക് എപ്പോഴും നമ്മൾക്ക് സഹായിക്കാൻ ആൾ വേണം. നമ്മൾ വിജയിക്കണമെങ്കിൽ ഒത്തിരി നമ്മളെ സഹായിക്കണം. പക്ഷെ നമ്മൾ വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ശത്രുക്കളും കൂടി വേണം. നമ്മളെ ആരെങ്കിലും നമ്മളെ ഒന്ന് മാനസികമായിട്ട് തകർന്നു പോയാൽ ആ ഒരു ദിവസം നമ്മൾ അതുകൊണ്ട് അതിൻ്റെ പക്ഷെ അത് നമുക്ക് പിറ്റേ ദിവസം കുറച്ചും കൂടി വീര്യം തരും നമുക്ക്. അവരെ മുന്നിൽ കുറച്ചും കൂടി നല്ല തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരാളാണ്. എനിക്ക് അതിനകത്ത് ധൈര്യപൂർവ്വം പറയാം. എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ അമ്പലപ്പറമ്പിൽ എൻ്റെ പ്രോഗ്രാം കാണാനായിട്ട് ഉറക്കൊഴിച്ച് കാത്തിരുന്ന സി ക്ലാസ് ഓഡിയൻസാണ്. സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ പോലെ സി ക്ലാസ് ആയിട്ടുള്ള ഓഡിയൻസാണ് എന്നെ ഇത്രയും നിലനിർത്തിയത്. ഞാൻ പാവപ്പെട്ട ആളുകളുടെ കൈയടിയിലാണ് ഞാൻ വളർന്നു വന്നത്. അവർ കൈയടിക്കുമ്പം ഞാൻ നാളത്തെ എൻ്റെ പ്രോഗ്രാം കുറച്ചും കൂടി നന്നാക്കണമെന്ന് എനിക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല. വീണ്ടും പ്രോഗ്രാം നന്നാക്കണം. ഇപ്പോഴും എൻ്റെ ചിന്ത ഏതാ, ആരും എടുക്കാത്ത കുറെ പാട്ടുകളെടുത്ത് പ്രോഗ്രാം ചെയ്യണമെന്നാണ് എൻ്റെ ചിന്ത. നമ്മളെപ്പോഴും നമ്മുടെ നല്ലതിനെ കണ്ടെത്താൻ എപ്പോഴും ശ്രമിക്കും തോറും നമ്മുടെ ഈ പ്രപഞ്ചം പോലും നമ്മൾക്ക് കൂട്ടുനിൽക്കും. നമ്മൾ മറ്റുള്ളവർ പറയുന്നതും കേട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ആരും സഹായിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം വെള്ളവും വളവും ഒഴിച്ച് നമ്മളെ തന്നെ വളർത്തിയെടുക്കണം. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് അന്ന് അത് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞതെന്ന് പിന്നീട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കൊണ്ട് ഞാൻ പഠിച്ചു. കാരണം ഞാനത് മാനിക്കാത്തടത്ത് നമ്മൾ ചെല്ലരുത് എന്നൊരു വാക്ക് ഇപ്പം ചില ഈ നമ്മുടെ ഫോണിലൊക്കെ ഓരോരുത്തരും. അപ്പൊ അതായിരുന്നു അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു, നമ്മളത് സ്വയമേവ ഒഴിയണമായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് ആ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അന്ന് നമ്മളതൊക്കെ ഒരു തമാശ പോലെ കളഞ്ഞു. അതൊക്കെ പറയത്തില്ല ഒരിക്കലും. അവരൊക്കെ ഒരു വലിയ വിഗ്രഹങ്ങളായിട്ട് എല്ലാവരുടെയും മനസ്സിലിരിപ്പുണ്ട്. എൻ്റെയും മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവരൊക്കെ പറഞ്ഞതും എന്നെ ഒരു സിനിമയുടെ റീ റെക്കോർഡിങ്ങിന് വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് എൻ്റെ വേഷവിധാനമോ അല്ലെങ്കിൽ എൻ്റെ കളറോ കൊണ്ടാവാം ഉച്ചയ്ക്ക് ശേഷം എന്നോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടിയെ പഠിച്ചു ആ സിനിമയുടെ റീ റെക്കോർഡിങ്ങിന്. അതൊന്നും പറയത്തില്ല. പറഞ്ഞാൽ അല്ല, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഒരു വിവാദത്തിന് വഴിതെളിക്കും. എത്രയോ മ്യൂസിക് ഡയറക്ടർമാർ എത്രയോ എന്നെ വിളിച്ചിട്ട് അപമാനിച്ചിട്ടുണ്ട്. ഞാനതൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരൊക്കെ ഈ ഫീൽഡിൽ ഇപ്പൊ ഒന്നും അല്ലാതായിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾ, ഈ അവഗണന തന്നിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അത് ജനങ്ങൾ അറിയട്ടെ. അവരുടെ ഒരുപക്ഷെ അവരൊക്കെ സുന്ദരകുമാരന്മാരായിട്ടും ഈ ഫ്രെയിമിൽ നിൽക്കുന്നത്. എനിക്ക് ആ ഫിലിം ഇപ്പം ടി വിയിലൊക്കെ വരുമ്പം എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു വരും. എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പാട്ടുകൾ കേട്ടിട്ട് അതിൻ്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്ന കമന്റുകൾ വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ പാട്ടിന്റെ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓരോ ആളുകളുടെയും മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉടയാത്തൊരു വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എന്നെ പ്രോഗ്രാമിന് ഇപ്പോഴും വിളിക്കുന്നത്. പക്ഷെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കലാകാരന്മാരൊന്നും എനിക്കൊരു ചാൻസ് തരാതെ എന്നെ മാറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടിട്ടില്ല. എൻ്റെ പാട്ട് മോശമായിട്ടൊന്നും അല്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കൊരു പ്രശ്നമായിട്ടുള്ളത് അതിന് ഞാൻ അതിനെ പുല്ലുവിലയെ ഞാൻ കൽപ്പിക്കുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന കളർ എന്ന് പറയുന്നത് ഈ അതിനെ വെച്ചിട്ട് എൻ്റെ പാട്ടിനെ അളക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ ശരിക്കും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ശരിക്കും ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം, ഒരു പക്ഷേ ചേച്ചിക്ക് പാടാൻ വെച്ചിരുന്ന പാട്ട് ചേച്ചി പറഞ്ഞല്ലോ റീ റെക്കോർഡിങ്ങിന് വേറെ ആളെ വെച്ച് ഉച്ചയ്ക്ക് ശേഷം പാടിച്ചെന്ന് പറഞ്ഞേ, അതുപോലെ മറ്റെന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് ഇവരൊക്കെ എങ്ങനെയാണെന്നറിയാം. അല്ല, നമ്മളൊക്കെ ഒരു വർക്കിനോ അല്ലെങ്കിൽ റെക്കോർഡിങ് ചെല്ലുന്ന ഉടനെ നമ്മുടെ ഫോൺ നമ്പർ വാങ്ങിക്കുക, പിന്നെ ഉടനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിക്കും. നിന്നെ അടുത്ത പടത്തിൽ ഞാൻ അങ്ങനെ പാടിരിക്കാൻ പിടിക്കാം എന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയാം അത് ചുമ്മാതെ
നമ്മളെ ഇളക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഒരു കളിയാക്കാൻ വേണ്ടിയോ നമ്മളെ കാണുമ്പോൾ ഒരു മേനി പറയാൻ വേണ്ടിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം. ഞാൻ അതൊന്നും വകവെച്ചിട്ടില്ല, ഞാൻ അതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കാണിക്കുന്ന ഈ കാട്ടായങ്ങളൊക്കെ കണ്ടിട്ട്. ഞാനിപ്പോഴും പാടുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും എന്നെ കാത്ത് കുറച്ച് പ്രോഗ്രാംസ് ഇപ്പോഴും എനിക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായിട്ട് അത് പാടണം എന്നുള്ളതാണ്. ക്രിസ്ത്യ ഗാനങ്ങളും ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ എത്രയോ പാടിയിട്ടുണ്ട്, ആയിരക്കണക്കിന് ക്രിസ്ത്യൻ സോങ് പാടിയിട്ടുണ്ട്, ഹിന്ദു ഡിവോഷണൽ പാടിയിട്ടുണ്ട്, മുസ്ലിം ഡിവോഷണൽ പാടിയിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആവുന്ന എപ്പോഴാണെന്ന് പറയും, നമുക്ക് പാടാൻ പറ്റുന്ന ആ ഒരു ഇത് കഴിവെന്ന് അതൊരിക്കലും ഭഗവാൻ എടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ഏത് പാട്ട് തന്നാലും ഏത് പാട്ട് ഗാനമേളയ്ക്ക് പാടണമെന്ന് പറഞ്ഞാലും ഞാൻ പാടും. അപ്പോൾ നമുക്ക് ഈ ചേച്ചിയുടെ പാട്ടിന്റെ ലോകത്തേക്ക് കൂടെ പോകുന്നു പോകാം. കുറച്ച് ചേച്ചിക്ക് പാടാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 1-2 പാട്ടൊന്ന് പാടിയേ. ഒരു പാട്ട് പാടാൻ പറഞ്ഞ എന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടേ പാടുള്ളൂ. എനിക്ക് പുതിയ പാട്ടുകളൊക്കെ പെട്ടെന്ന് പാടാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് എനിക്ക് വേർഡ്സ് ഒക്കെ നോക്കി പാടണം, അതങ്ങനെ. പിന്നെ ഞാൻ കാണാതൊക്കെ പഠിച്ചു പഴയ പാട്ട്. നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, യാമിനി കന്യകതൻ മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു, നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, പാൽക്കടൽ തിരമാല പാടി പാതിരത്തെന്നലേറ്റു പാടി, പാൽക്കടൽ തിരമാല പാടി പാതിരത്തെന്നലേറ്റു പാടി, ശരത്കാലവേളയിൽ മുഴുകാൻ ശശിലേഖ മാത്രം വന്നില്ല, കാത്തിരിപ്പൂ രജനീ കാത്തിരിപ്പൂ, നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, യാമിനി കന്യകതൻ മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു, നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. ഇത് ഒത്തിരി പഴയ പാട്ടാണല്ലേ? പഴയ പാട്ടുകൾ, എനിക്ക് അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാൻ ഇഷ്ടം. പഴയകാല സംഗീത സംവിധായകരെ ഇപ്പോഴത്തെ സംഗീത സംവിധായകരും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് ചേച്ചിയുടെ അഭിപ്രായം. അതെ, അതിനൊരു ഒരു ഒരു നല്ല വശമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. ഇപ്പോഴത്തെ സിനിമയ്ക്ക് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആപ്റ്റാണ്. ഇപ്പം പാട്ടില്ലല്ലോ, എല്ലാം പറച്ചിലല്ലേ ഉള്ളൂ. കുറെ വരികൾ വെട്ടും അങ്ങനെയൊക്കെയുള്ള വരികളും അതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇപ്പോഴത്തെ സിനിമയ്ക്ക്. പണ്ടൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന എന്നൊക്കെ പറയുന്ന കഥകളായിരുന്നു അന്ന്. ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്തുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. ഒരു ജീവിതം മൊത്തം ജീവിച്ച് തീർക്കുക, നമ്മൾ തന്നെ അത് അനുഭവിച്ചായിട്ട് നമുക്ക് തോന്നുന്നത് സിനിമ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അന്നേരം നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെയൊക്കെ നൈർമല്യമുള്ള വരികളും പാട്ടുകളും ഭാസ്കരൻ മാഷിൻ്റെയും വയലാറിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ അന്ന് കേൾക്കുമ്പോൾ അത് ആ സിനിമയുമായിട്ട് ചേർത്ത് പോകുമ്പം അത് കറക്റ്റാണ്. ഇപ്പോഴത്തെ ആ പാട്ട് ഇപ്പോഴത്തെ സിനിമയ്ക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴേ ആർക്കും സിനിമ എടുക്കാം,
ആർക്കും പാട്ട് എഴുതാം, ആർക്കും പാടാം എന്നൊരു സിറ്റുവേഷൻ വന്നില്ലേ. ടെക്നോളജിയുടെ കുറച്ച് ഇതും കൂടെയാണത്. പക്ഷേ ഈ പാടാം എന്ന് നമ്മൾ പറയാവുന്നേ ഉള്ളൂ. നല്ല പാട്ടുകൾ ഉണ്ടായിട്ട് എത്ര വർഷമായി കാണും? അതെ, ഇന്ന് ഇറങ്ങുന്ന പാട്ടുകളൊന്നും ഇന്ന് ആർക്കും വേണ്ടല്ലോ. ഒരു ദിവസം കേട്ടാൽ പിന്നെ അത് വേണ്ട. നല്ല മ്യൂസിക് ഡയറക്ടർമാരുടെ നല്ല പാട്ടുകൾ, ഒരുപക്ഷെ മലയാളത്തിന് നഷ്ടപ്പെട്ടു പോയ നല്ല പാട്ടുകൾ ഇനി പാടാൻ ചേച്ചിക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ പറയുകയാണ്. തുറന്നു ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തന്നതിൽ ജയചന്ദ്രനോടും ബാക്കി എല്ലാ ക്രൂസിനോടും എൻ്റെ അഗൈതവമായ നന്ദിയും സാദര നമസ്കാരവും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ചേച്ചി.